സൈബർ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ ഏതറ്റം വരെയും പോരാടും നടി ഹണി റോസ്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ താരം പോലീസിൽ പരാതി നൽകി. അശ്ലീല പരാമർശത്തിൽ നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസുമെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. നടിക്കെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് സൂചിപ്പിച്ചു. സൈബർ ഗുണ്ടകൾക്കെതിരെ തുറന്ന യുദ്ധത്തിലാണ് ഹണി റോസ്. ആ കേസ് അങ്ങനെ വിട്ടുകളയാൻ ഒരു ഉദ്ദേശവുമില്ല. മോശം കമന്റിട്ട എല്ലാവരും കൊടുക്കും. ഒരു വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ നിരന്തരം ആക്ഷേപിക്കുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ 2 ദിവസം മുമ്പുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. അതാരെന്ന ചോദ്യത്തിന് ഇന്ന് നടി തന്നെ ഉത്തരം നൽകി. വ്യവസായി ബോബി ചെമ്മണ്ണൂർ തന്നെ അശ്ലീല പരാമർശത്തിലൂടെ നിരന്തരം വേട്ടയാടിയെന്ന ഹണി റോസ്. ആ പോസ്റ്റിൽ ആ പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞില്ല. ഇപ്പൊ പറയുന്നു ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹമാണ് ഭയങ്കര മോശമായിട്ടുള്ള ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ പല സ്റ്റേജിലും പല പ്ലാറ്റ്ഫോമിലും. ഈവൻ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഭാഗമായി ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ആദ്യം ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മോശം കമന്റിട്ട 30 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പല കമന്റുകളും വ്യാജ അക്കൗണ്ടുകളിൽ നിന്നാണ്. അന്വേഷണത്തിന് വെല്ലുവിളിയാണെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതികളെ പിടികൂടാനാണ് പോലീസ് തീരുമാനം. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് 30ഓളം ആൾക്കാരാണ് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള കമൻറ്റ് ഇട്ടത്. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 20ഓളം ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നടപടി അവരിലേക്ക് ഉണ്ടാവും. നടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വിശദമായി മൊഴി നൽകി. തനിക്കെതിരെ മോശം കമന്റ് ഇട്ടവരുടെ സ്ക്രീൻഷോട്ടുകളും പോലീസിന് കൈമാറി. ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ പുതുതായി അധിക്ഷേപ കമന്റ് എത്തിയാൽ സ്വമേധയാ കേസെടുക്കുമെന്നും പോലീസ് മുന്നറിയിപ്പുണ്ട്. അതേസമയം ഇന്നലെ അറസ്റ്റ് ചെയ്ത ഷാജിക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഒരിക്കലും പിടികൂടില്ലെന്ന ധൈര്യത്തിൽ വ്യാജ പ്രൊഫൈലുകളിൽ നിന്ന് കമന്റ് ഇട്ടവരും ആശ്വസിക്കേണ്ട. നിങ്ങളെയും കൃത്യമായി സ്പോട്ട് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും. ഹണി റോസിന്റെ ഈ പോരാട്ടം സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ഒരുപാട് സ്ത്രീകൾക്ക് കരുത്താകുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.